ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം നാബിസിൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ഓനത് അറിയില്ല. ഓന് ഡേറ്റ് അറിയാത്തതുകൊണ്ട് ഓന് നാളെയാണ് ബർത്ത്ഡേ വിചാരിച്ച് നിൽക്കുകയാണ്. ഓനും ആദ്യം സ്കൂളിൽ പോയിക്കണേ, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. അപ്പം അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓൻ സർപ്രൈസ് ആവോ അല്ലയോ നമുക്ക് നോക്കാം. അപ്പം വെച്ച് കേക്കൊക്കെ ഉണ്ടാക്കിക്കണേ. കണ്ട 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 കേക്കൊക്കെ ഉണ്ടാക്കണേ. ഇന്ന് മന്തിയാണ് ഉണ്ടാക്കാൻ കരുതണ്. അതാ പോണം. മന്തിൻ്റെ ഇറച്ചി മന്തി ഉണ്ടാക്കാൻ ഞങ്ങൾ ബർത്ത്ഡേ വലിയ പരിപാടിയൊന്നും ആക്കി ഉണ്ടാക്കലൊന്നുമില്ല. ഓൻ്റെ ബർത്ത്ഡേ ഓന് കേക്ക് മുറിച്ചാനൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കേക്ക് ഉണ്ടാക്കണോണ്ട് കേക്കൊക്കെ ഉണ്ടാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളൂ. വലിയ പരിപാടിയൊന്നുമില്ല. മാമി കാക്കു മമ്മ പപ്പിയും ഒക്കെ വരും. അതേപോലെ തന്നെ നമ്മളെ സന ഓലൊക്കെ വരും. ഓലെന്നുള്ളൂ. ചെറിയൊരു പരിപാടി, ഒരു മിനി പരിപാടിയാണ്, വേറൊന്നുമില്ല. ഇനി ആബിസ് അറിഞ്ഞിട്ടേ ഇല്ല കേക്ക് ഉമ്മച്ചിങ്ങനെ ഓർഡർ കൊടുക്കണോണ്ട് ഓനത് കേക്ക് കൊടുക്കാനാണെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ റെഡ് വെൽവെറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെഡ് വെൽവെറ്റ് റെഡും ഉണ്ട് ഉള്ളിൽ. ഒരു ലെയർ റെഡ് വെൽവെറ്റും ഒന്ന് വൈറ്റ് ഫോറസ്റ്റുമാണ്. അങ്ങനെ ഉണ്ടാക്കിക്കണത്. പിന്നെ മന്തിയാണ് വെക്കാൻ പോണത്. വെച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞു തോന്നുന്നു. അപ്പം ഇനി ആദിഫും ആബിസും വന്നിട്ട് എല്ലാവരും വന്ന് എൻ്റെ റിയാക്ഷന് ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിച്ചു തന്നേക്കാരം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം നാബിസിൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ഓനത് അറിയില്ല. ഓന് ഡേറ്റ് അറിയാത്തതുകൊണ്ട് ഓന് നാളെയാണ് ബർത്ത്ഡേ വിചാരിച്ച് നിൽക്കുകയാണ്. ഓനും ആദ്യം സ്കൂളിൽ പോയിക്കണേ, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. അപ്പം അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓൻ സർപ്രൈസ് ആവോ അല്ലയോ നമുക്ക് നോക്കാം. അപ്പം വെച്ച് കേക്കൊക്കെ ഉണ്ടാക്കിക്കണേ. കണ്ട 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 കേക്കൊക്കെ ഉണ്ടാക്കണേ. ഇന്ന് മന്തിയാണ് ഉണ്ടാക്കാൻ കരുതണ്. അതാ പോണം. മന്തിൻ്റെ ഇറച്ചി മന്തി ഉണ്ടാക്കാൻ ഞങ്ങൾ ബർത്ത്ഡേ വലിയ പരിപാടിയൊന്നും ആക്കി ഉണ്ടാക്കലൊന്നുമില്ല. ഓൻ്റെ ബർത്ത്ഡേ ഓന് കേക്ക് മുറിച്ചാനൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കേക്ക് ഉണ്ടാക്കണോണ്ട് കേക്കൊക്കെ ഉണ്ടാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളൂ. വലിയ പരിപാടിയൊന്നുമില്ല. മാമി കാക്കു മമ്മ പപ്പിയും ഒക്കെ വരും. അതേപോലെ തന്നെ നമ്മളെ സന ഓലൊക്കെ വരും. ഓലെന്നുള്ളൂ. ചെറിയൊരു പരിപാടി, ഒരു മിനി പരിപാടിയാണ്, വേറൊന്നുമില്ല. ഇനി ആബിസ് അറിഞ്ഞിട്ടേ ഇല്ല കേക്ക് ഉമ്മച്ചിങ്ങനെ ഓർഡർ കൊടുക്കണോണ്ട് ഓനത് കേക്ക് കൊടുക്കാനാണെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ റെഡ് വെൽവെറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെഡ് വെൽവെറ്റ് റെഡും ഉണ്ട് ഉള്ളിൽ. ഒരു ലെയർ റെഡ് വെൽവെറ്റും ഒന്ന് വൈറ്റ് ഫോറസ്റ്റുമാണ്. അങ്ങനെ ഉണ്ടാക്കിയിരിക്കണത്. പിന്നെ മന്തിയാണ് വെക്കാൻ പോണത്. വെച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞു തോന്നുന്നു. അപ്പം ഇനി ആദിഫും ആബിസും വന്നിട്ട് എല്ലാവരും വന്ന് എൻ്റെ റിയാക്ഷന് ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിച്ചു തന്നേക്കാരം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ആബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഗൈസ് ഓല് വന്നിക്കണ്. ഓല് എല്ലാവരും വന്ന് ഡ്രസ്സൊക്കെ ഊരാണ്. പക്ഷെ ഓനോട് വിശ്വാസം വരുന്നില്ല ഓൻ്റെ ബർത്ത്ഡേ ആണ് എന്ന്. ഓനാക്കുന്ന റൂമിൽ പോയി എന്തോ എഴുതി വെച്ചിക്കണൊക്കെ നോക്കണുണ്ട്. എഴുതി എന്തോ കലണ്ടറിൽ എന്തോ എഴുതി വെച്ചൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ വന്ന് നേരെ ഫ്രിഡ്ജിക്കാണ് പോണത്.
ഫ്രിഡ്ജിൽ കേക്ക് ഓൻ്റെതല്ല എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, പക്ഷെ ഓനെ അന്തം വിട്ട് സങ്കടമൊക്കെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു വികാരമില്ലാതെ ഞങ്ങൾ സർപ്രൈസ് ആക്കുമെന്ന് പറഞ്ഞിട്ടും സർപ്രൈസ് ആക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഓൻ തീരെ സർപ്രൈസ് ആവാതെ ഒരു വികാരമില്ലാതെ ജീവനെ പോലെ നിൽക്കുകയാണ് ഗൈസ്. ആദിഫാണ് അന്തം വിട്ട്. ആദിഫ് പിന്നെ സർപ്രൈസ് ആയോ, ഓൻ സർപ്രൈസ് ആവാത്തതുകൊണ്ട് ഇത് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഓന് കുറച്ചൊക്കെ സങ്കടം വരുന്നുണ്ട് തോന്നുന്നു. ഭയങ്കര ഒരു വികാരമില്ലാതെ നിൽക്കുകയാണ് ഓന്. അപ്പോൾ അതൊക്കെ നമ്മൾ ആമിക്കുട്ടിയൊക്കെ ഉണ്ട്. ആമിക്കുട്ടി ഇതാ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഓന് ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആമി ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കും. ഓര് അപ്പോഴും അന്തം വിട്ടിട്ട് നിൻ്റെ ബർത്ത്ഡേ അല്ല നാളെയാണ് അതിങ്ങനെ നിൽക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് ഓന് വിശ്വാസമില്ല. ആമി ഇതാക്കണേ ഓന് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നെടുത്തേക്കണേ. ഞാനൊരു ഗിഫ്റ്റും കൊടുത്തിട്ടില്ല. ആക്കണ ആമി കുറേ ഗിഫ്റ്റ് മുട്ടായി ആയിട്ടും ഡ്രസ്സും പലതരം മുട്ടായി മെലഡി അങ്ങനെ കുറേ മുട്ടായി കൊണ്ടു കൊടുക്കുന്നവന്. ഓനപ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്. അപ്പോഴാണ് ഓൻ ചിരിച്ചത്. ബാക്കിയുള്ള സമയത്തൊക്കെ ഓൻ നാളെ എൻ്റെ ബർത്ത്ഡേ നിൽക്കണം. ആദ്യം ആകണം മലന്നടിച്ചവിടെ കിടക്കണ്. പക്ഷെ ഓന് അപ്പോഴും ഒരു വികാരമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് ഓൻ്റെ ഗിഫ്റ്റ്. ഇതാണ്. ഇത് കാക്കു കൊണ്ടുവന്നാണ്. പിന്നെ കേക്ക് മുറിച്ചാൽ നേരമായി. എല്ലാവരും വന്നു. മുട്ടായും കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കണ്. എല്ലാവരും വന്നു. അപ്പുറത്ത് മിന്നൊക്കെ വന്നിരുന്നു. അപ്പം അങ്ങനെ ഓന് കേക്ക് മുറിച്ചാൽ നിൽക്കുകയാണ്. നല്ല രസമുള്ളൊരു മൂമെൻ്റ് തന്നെയായിരുന്നു. കേക്ക് മുറിപ്പിച്ചത് ഓൻ മുറിച്ചാണ്. ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ഹാപ്പി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങനെ ചളി അടിച്ച് കുറേ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ചൊല്ലിന്. ഓന് ആപ്പാക്കണ ഓന് കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് നല്ല ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു. ആമി അവിടെ അസൂയപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആമിക്ക് കൂടി കേക്ക് കൊടുക്കുകയാണ്. ആമിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ആമി ഭയങ്കര അസൂയപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് ആമിക്കും കേക്ക് മുറിച്ചാണ്. ആമിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കാരണം നടക്കിയത്. അതുകൊണ്ട് ആമിയും കൂടി ഇതാക്കണ കേക്ക് മുറിച്ചാണ്. ആമിൻ്റെ ബർത്ത്ഡേ ചെയ്തു കേക്ക് മുറിച്ചാണ് ആമി. അത് പറഞ്ഞു ആമി കേക്ക് മുറിച്ചാണ്. അങ്ങനെ ആമിക്കും ആമിൻ്റെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കേക്കൊക്കെ തിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പിരിഞ്ഞു. അപ്പോൾ ഗൈസ് എല്ലാവരും പോയി. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ബർത്ത്ഡേ പോയാണ് ഈ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേക്ക് നാളെയാണ്. പക്ഷെ എനിക്ക് സർപ്രൈസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയി. ഇനി ഞങ്ങൾ പഠിച്ചാനൊക്കെ നിൽക്കാൻ നോക്കട്ടെ. മാമി ആമി കാക്കും എല്ലാവരും നേരത്തെ പോയി ചോറ് തിന്ന് കേക്ക് മുറിച്ച് ഓര് വന്നിട്ട് കേക്ക് മുറിച്ചത് കഴിഞ്ഞിട്ട് ചോറ് തിന്നിട്ട് ഓലൊക്കെ പോയി. പിന്നെ ആപ്പി ഇപ്പോൾ പോയി. എന്താണ് ഇപ്പോൾ പോയിക്കണ പള്ളിപ്പടിക്ക് പോയി. ഇപ്പോൾ ഓന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിരിക്കണില്ല അബിയെ. മുട്ടായി ആമിക്കുട്ടി ആമി മുട്ടായൊക്കെ കൊടുത്തു. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് ഒരു 15 വയസ്സല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ലാബിയെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് അടിക്കുക, ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ്. ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും. ഷെയർ ചെയ്യുക.